ഈ അശോകൻ ചേട്ടനാണെങ്കിലും ശരിയാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെയൊക്കെ ഒരു പുതിയ സിനിമ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പൊക്കെ വീട്ടിൽ ചർച്ച ചെയ്യോ പറയോ ഫോട്ടോ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇവരൊക്കെ ഈ പറയുന്ന വലിയ സിനിമയിലാകുന്നതിന് മുമ്പ് ഒരു ചെറിയ തീരുമാനം എടുക്കുന്നതിനകത്ത് അമ്മയ്ക്കും കൂടെ ഒരു സജഷനോ കാര്യങ്ങളോ ചോദിക്കലുണ്ടോ? അത് തിരക്കഥ എഴുതുമ്പോ തുടങ്ങും. ഞങ്ങൾ സാധാരണ ലൈഫില് ഒരിക്കലും വഴക്കിടാത്തവരാ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്ന സ്വഭാവമേ ഞങ്ങളോടില്ല. വർക്കിന്റെ പോയാൽ നേരെ തിരിയും. അദ്ദേഹം ഞങ്ങളൊക്കെ ദേഷ്യപ്പെടും കേട്ടോ, എന്നെയൊക്കെ വഴക്ക് പറയും. പക്ഷെ ഞാനൊന്ന് പറയാം, എന്നോട് ഒരേ ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഒരേ ഒരു പ്രാവശ്യം. ആൻഡ് ഫോർ എ ബിഗിനർ ഐ ഷുഡ് ടെൽ ദിസ്, ഇത് മാതിരി ഒരു ലെജൻഡറി ഡയറക്ടർ, ഇത് മാതിരി ഒരു കാമൻ കൂൾ ഡയറക്ടർ കിട്ടുന്നത് ഭാഗ്യമാണ്. അത് ഐ എം റിയലി ബ്ലെസ്ഡ്. സോ ഹി വിൽ ബി വെരി കാം ആൻഡ് ക്വയറ്റ്. സെറ്റിൽ ഒരു സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് വെരി കൂൾലി ഒരു 2-3 ടേക്ക് പോയാലും ഹി ഈസ് വെരി കാം. ഒരു ടെൻഷനില്ല. ടെൻഷനൊക്കെ നമുക്കാണ്. അയ്യോ ഫിലിം ആണല്ലോ, അപ്പൊ ഫിലിം അല്ലേ. ഈ തമിഴിലൊക്കെ ലെൻസ് വെച്ചായിരുന്നു ആ സമയത്ത് അതിനു വേണ്ടിയാണ് എനിക്ക് കിട്ടി. നല്ല ദേഷ്യപ്പെട്ടു. അന്ന് എല്ലാരും ഉണ്ടായിരുന്നു. ആ സ്കൂളിലാണ്, അത് സ്കൂളിന്റെ പേര് മറന്നുപോയി. ആ സ്കൂളിലാണ് പിന്നെ എൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ദേ കെയിം ടു നോ ദാറ്റ് ഐ എം വെയറിംഗ് ലെൻസ് ബിക്കോസ് ഓഫ് വേണു. എന്റെ ക്യാമറമാൻ ഉണ്ടല്ലോ, അവരാണ് കണ്ടുപിടിച്ചത്. ഒരു ക്ലോസപ്പ് സൂം വരുമ്പോ എന്നോട് ചോദിച്ചു, ഷാരി എന്താണ് ലെൻസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഹീ തോട്ട് ഐ എം യൂസിങ് ഇത് പിന്നെ സൈറ്റ് ലെൻസ് ഒക്കെ യൂസ് ചെയ്യല്ലോ, അതുമാതിരി വിചാരിച്ചിട്ട് എന്നോട് ചോദിച്ചു. അപ്പോ ക്ലോസപ്പില് കണ്ടപ്പോ കണ്ടുപിടിച്ചു, എന്ത് ഷാരി എന്താ ലെൻസ് ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, ആമാ സാർ ഞാൻ ബ്ലാക്ക് ലെൻസ് വെக்கிறேன். അപ്പോ സാരി ഇരുന്ന സാരി എണീറ്റു. ശരിയല്ല ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ ചൂടായി. എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. കൊറേ പിന്നെ സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ആ സ്കൂളിന്റെ എല്ലാവരുടെ മുമ്പ് എന്നെ നാണം കെട്ടുപോയി. അല്ല, ഞാൻ ആ ബുക്കിൽ വായിച്ചത് നിങ്ങൾക്ക് നല്ല പൂച്ചക്കണ്ണുണ്ടല്ലോ, ആരെങ്കിലും ഇത് ലെൻസ് വെച്ച് കറുത്ത ലെൻസ് സാധാരണക്കാരാണ് അത് ചോദിച്ചിട്ടാണ് അത് പറഞ്ഞു. ഈ ക്യാരക്ടർ ചെയ്യാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. അത് അല്ലാണ്ട് ഞാൻ ചെന്നൈ വന്നിട്ട് നിന്നെ എന്തിനാ സെലക്ട് ചെയ്തു? ബിക്കോസ് ഓഫ് യുവർ ഐസ് ഓൺലി. ഇവിടെ വേറെ ഒരു പൊണ്ണും കിടക്കാതാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്